ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ എത്ര മണിക്കാണെന്ന് വെച്ചാൽ രാത്രി 7 മണി. രാത്രി 7 മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മൊത്തം തിരക്കായിരുന്നു. വീഡിയോ ക്ലാസ്സും പിന്നെ വീഡിയോ എഡിറ്റിംഗ് പിന്നെ കുറച്ചൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. പേഴ്സണൽ കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ സ്ഥലത്തോട്ട് ആക്കാനായിരുന്നു. പേടിക്കേണ്ട കാമുകിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നുണ്ടല്ല, ഞാൻ കുറച്ച് ലേസ് വെറുതെ വേസ്റ്റാക്കി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഉണ്ടല്ലോ, ഞാനൊരു റീൽസ് കണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം നമുക്കിന്ന് ചെയ്യാം. നമുക്ക് നേരെ കട്ടിങ് പരിപാടിയായിട്ട് കിടക്കാം. 4 പാക്കറ്റ് ലേസും 3 പാക്കറ്റ് ബിങ്കോയും ഒരു 2M എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മൾ എന്തിനാണ് പൊടിച്ചെന്നറിയാം. നമുക്കിന്ന് രാവിലെ ഒരു ഷോർട്സ് എടുക്കണമായിരുന്നു. ആ ഷോർട്സിന് വേണ്ടിയാണ്. ആ ഷോർട്സ് എന്താണെന്ന് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒരു ഷേപ്പിലുള്ള ഒരു ലേസ്, ഒരു വളഞ്ഞിരിക്കുന്നത് ഈ റാവ് പൊളിക്കുന്ന ഷേപ്പിലുള്ളൊരു സാധനം നമുക്ക് വേണം. അതായത് ലേസിൻ്റെ റാവ് പൊളിക്കുന്ന സാധനം അത് കിട്ടാനായിട്ടാണ് 4 ഞാൻ ഇത് പൊട്ടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെറുതെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഉമ്മാനെ വാപ്പാനെ കൊണ്ടൊക്കെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇത്രയും സാധനം നമുക്ക് മതി. സംഭവം പവർഫുള്ളാണോ നമുക്ക് കഴിച്ചിട്ടറിയാം. മുളകൊക്കെ ഉള്ളതാണ്, പിന്നെ പവർഫുള്ളായിരിക്കും മിക്കവാറും. പിന്നെ കുറച്ച് കുരുമുളകും മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. നമ്മൾ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ലേസ് നമ്മൾ ഇതിനകത്തോട്ട് പാത്രത്തിൽ തട്ടാം. ഇവിടെ വീടാ ഇത്രേ ഉള്ളൂ അതിനകത്ത്. അതൊന്നും എടുത്തില്ല. കൂട്ടേക്കുള്ള ലേസ് മെസ്സിൻ്റെ വളമുള്ള ബിംബോ. ഇല്ലല്ലോ, മുമ്പ് ചതച്ച്. ഓക്കെ, ഇനി ഉണ്ടല്ല നൈസായിട്ടൊന്ന് പൊളിച്ചിട്ട് അപ്പോൾ കുറേ ആയിട്ട് തോന്നിപ്പോകും. നമ്മുടെ മിക്സ് ആക്കാൻ പറ്റിയ സാധനം ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ, കുറച്ച് മതി. പിന്നെ നമ്മൾ കാണിക്കാത്തൊരു സാധനം ഉണ്ടായിരുന്നു, ഞാരങ്ങയും കൂടി വേണ്ട പിഴിഞ്ഞ് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ ബാക്കി പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ സാധനം എന്താ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എങ്ങനെയാണെന്ന് പറയാം. എന്താണ് നല്ലോണം വാടാ എടുത്തിട്ടുണ്ട്. അയ്യെന്ന് മാട്ട സാധനം. അത്രയ്ക്ക് സുഖമൊന്നുമില്ല, കൊള്ളൂല. എന്തായാലും നമുക്ക് അവർക്ക് കൊടുത്തിട്ട് എക്സ്പ്രഷൻ നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാം. അതായത് ഉമ്മ കടയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഉമ്മ കൊണ്ട് കൊടുത്തു നോക്കാം, എന്ത് പറയുന്നു നോക്കാം. പുറത്ത് നല്ല മഴയുണ്ട്. ഓ മമ്മി, സാധനം പിടിച്ചോണ്ട് ഇന്ന് ആക്ക് എന്താ അഭിപ്രായം പറ. പുറത്ത് നല്ല മഴ, നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് സാധനം? അപ്പൊ എനിക്ക് ഉമ്മാക്ക് ഒരേ അഭിപ്രായം. ഞാനും പറഞ്ഞില്ല കൊള്ളിയാണ്. എന്തായാലും പൊട്ടിച്ച്, എന്തായാലും ലേസ് എന്ന് പറഞ്ഞ സാധനം തന്നെ കൊള്ളൂല. പിന്നെ ഇങ്ങനെ അയച്ചപ്പോ എന്താ കുഴപ്പം? സഹിച്ച് കഴിക്കാൻ പറ്റിയ കുഴപ്പമില്ല, വെറുതെ കുഴപ്പമൊന്നുമില്ല, അത്ര കുഴപ്പമൊന്നുമില്ല അല്ലേ? തണുത്താ അത് ഞാൻ കുറച്ചു നേരം ഉണ്ടാക്കി വെച്ചിട്ട് നിനക്ക് വാപ്പാക്ക് കൊടുക്കാം. എന്തായാലും നമ്മുടെ ടേസ്റ്റ് ചെയ്യില്ല. വാപ്പാക്ക് കൊടുത്തിട്ട് എങ്ങനെ നോക്കാം. കൊടുക്കാം. വാപ്പ ഇപ്പൊ വരും, തൊഴിച്ചാണ് വാപ്പ വരും. എന്നിട്ട് വാപ്പാക്ക് കൊണ്ട് കൊടുക്കാം. അടുത്തടുത്ത് ഉമ്മ വന്നിട്ടുണ്ട്. അടുത്ത പരീക്ഷണം ഉമ്മായിലായിക്കോട്ടെ. പറഞ്ഞോണ്ടേ ടേസ്റ്റ് ചെയ്യേണ്ട അഭിപ്രായം പറ. ആ മൊത്തത്തെ ഒരു സവാള ഉള്ളിലേക്ക് എടുത്ത് തിന്നങ്ങാട്ട് എങ്ങനെയുണ്ട്? നല്ലതാണോ? അമ്പോ, ഒരു പോസിറ്റീവ് കിട്ടിയിട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധനം. കൊള്ളാവാ? കൊള്ളൂല്ലത്. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞാണല്ലേ. പൈസ എനിക്കുണ്ടല്ല ചെറിയൊരു പനിയുടെ ലക്ഷണമുണ്ട്. അതല്ലാണ്ടല്ല, അതായത് ഈ ഭാഗത്തായിട്ട്, അതായത് ഈ ഭാഗം മൊത്തം എനിക്ക് ഭയങ്കര വേദന. ശ്വാസം ഇങ്ങനെ വലിച്ചിടുമ്പോൾ ഭയങ്കര കട്ടി വേദന. എന്താണെന്നറിയില്ല. വെള്ളം കുടിക്കാണ്ടാണോ? കിഡ്നി അടിച്ചു കൊടുക്കാണോ?
പിന്നെ വേണ്ടാത്തൊക്കെ പറയാനേ കൊച്ചേ. അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വേദനയുണ്ട്. നീര് വീണ്ട അങ്ങനെയൊക്കെ വരുമോ? നല്ല വേദനയുണ്ട് എന്തായാലും, നല്ല വേദനയുണ്ട്. ഇനി ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുമ്പോ. ഉച്ചക്ക് നല്ലോണം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ആ വേദന മാറി മരുന്ന് പോവാം. എന്താണ് ഇനി എന്താ വിചാരിച്ചത്? ഞാനൊരു സകലകലാ വല്ലവനല്ലേ ഉമ്മ. താങ്ക് യു. ഈ സാധനം കഴിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്? പച്ചമുളക് ഉണ്ട്, ഉള്ളി, സവാള ഉണ്ട്, തക്കാളി ഉണ്ട്, നാരങ്ങ ഉണ്ട്, കുരുമുളകുണ്ട്. ഇങ്ങനെയുണ്ട് കൊള്ളാം. സംഭവം കുഴപ്പമില്ല, പക്ഷെ തണുത്തു പോയി. എനിക്കും ഉമ്മക്കും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ കുറച്ചു നേരം ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് തണുത്തിരിക്കുന്നത്. രാവിലെ ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടി എടുത്തു വെച്ചാണത്. ഞാൻ പറഞ്ഞില്ല, ഷോർട്സ് എടുക്കാനായിട്ടാണ് ലേസ് പൊട്ടിച്ചത്. 4 പൊട്ടിച്ച്. അറിയില്ല, ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി 4 പൊട്ടിച്ച്. എന്നാലും സംഭവം സക്സസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിനക്ക് നേരത്തെ ഇതിന് മുമ്പിട്ടൊക്കെ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും. സംഭവം സൂപ്പറാണ്. ശരി, നമ്മളെന്തായാലും വേസ്റ്റ് ആയി കളയണമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത്. ഇനി എന്തായാലും ഇപ്പൊ ഞാൻ തന്നെ തീർക്കാം. പുട്ടിനാ? ഓക്കെ, പുട്ടിന് കൂട്ടാം. വെള്ളം അടിക്കുന്നവർക്കാണെങ്കിൽ ടച്ചിങ്സ് ആയിട്ട് കൂട്ടായിരുന്നു അല്ലേ? വെള്ളം അടിക്കുന്നവർക്കാണെങ്കിലേ ടച്ചിങ്സ് ആയിട്ട് കൂട്ടായിരുന്നു. പറ്റിയ സാധനം. കുട്ടൻ നിന്ന് പട്ടിണിയാണ്, അവന് തിന്നാനൊന്നും ഇല്ല. നമ്മുടെ ചിക്കനൊക്കെ തീർന്നു പോയി. ഇന്ന് വീട്ടിൽ ചിക്കൻ മേടിച്ചാണ്, പക്ഷെ ലിവർ മാറ്റി വെച്ചില്ല, ഇവനായിട്ട് മറന്നുപോയി. അത് കാരണം ഈ വെപ്രാളത്തിലാണ്. ഇനി നാളെ മേടിച്ച് കൊടുക്കണം. ചെറിയ പീസ് ചിക്കൻ ഉണ്ട്, അത് മതിയാവുമെന്ന് അറിയില്ല. ഇവൻ തീറ്റ കൊടുത്തില്ലെങ്കിൽ ഇവിടെയൊക്കെ മൊത്തം അലമ്പാക്കും. ഗൈസ്, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറുതായിരുന്നു. ബാക്കി നമുക്ക് വരുമ്പോൾ ശരിയാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ലൈക്ക് കാണി ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.